CPM LDF-ലെ കാലാവസ്ഥ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉരുണ്ടുമറിയുന്ന കാറും കോളും മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇന്ന് പെയ്തൊഴിയുമോ അതോ കൂടുതൽ മൂടിക്കെട്ടി അന്തരീക്ഷത്തിലേക്കാണോ പോകുന്നതെന്ന് നോക്കാം. കാരണം ഇന്ന് പദ്ധതിയിൽ ചേരാനുള്ള സർക്കാർ തീരുമാനത്തിൽ CPI മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. പദ്ധതിയുടെ ഭാഗമാകേണ്ടതില്ലെന്ന പാർട്ടി നിലപാട് മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇന്ന് ആരംഭിക്കുന്ന CPI സംസ്ഥാന നേതൃയോഗങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് സൈഫ്. ഇതിൽ നമ്മൾ ഇന്നലെയൊക്കെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ചേരുന്നുണ്ട്, പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് പൂർണ്ണമായി നടപ്പിലാക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിപ്പില്ല, അത് നടപ്പാക്കുകയില്ല. ഇതിൽ പക്ഷേ ആ ഫണ്ടിന്റെ കാര്യത്തിൽ നിവൃത്തികേട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ CPI പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല, പദ്ധതിയിൽ ചേരുമ്പോൾ അതിന്റെ നിബന്ധനകൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തമിഴ്നാടൊക്കെ ഒരുപാട് പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഈ പദ്ധതിയിൽ ചേരാതെ തന്നെ. അപ്പൊ ഞാൻ ഇന്നലെ അതിനെപ്പറ്റി മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ തമിഴ്നാട് പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിദ്യാഭ്യാസ അവകാശ നയത്തിന്റെ ഭാഗമായി 450 കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ മുഴുവൻ തുകയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കേരളത്തിലെ അവസ്ഥ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആരാണ് സേഫിനെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ കിട്ടാറില്ല. മാത്രമല്ല കുറെ നാളായി ഇപ്പൊ മോർണിംഗ് ഷോ അതിൽ കിടന്നുറങ്ങാണെന്ന് തോന്നുന്നു രാവിലെ. അതിലുള്ള ഒരു കെറവും അതിലുള്ള ഒരു യോജിപ്പൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. സേഫ് ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു രാവിലെ ഒന്നും കാണാറില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ മഴയൊക്കെ ആയിട്ട് അങ്ങ് മൂടി പൊതിച്ച് സുഖമായിട്ട് ഉറങ്ങാണല്ലേ? രാവിലെ മഴ ഒരു രസമാണല്ലോ, ഉറങ്ങാൻ പറ്റിയ സാഹചര്യം ആയതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങും. ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ആലോചിച്ചപ്പോൾ വേറൊരു കാര്യം എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾ ഈ ജിൽസി സൈഫുദ്ദീൻ എന്ന് വിളിക്കുന്നതിന് പകരം ജിൽഫു എന്ന് വിളിച്ചാലോ അതിനെ കുറിച്ച് അവരെ തന്നെ ചളിയായിട്ട് ഇറങ്ങിയേക്കാല്ലേ? അതെ, രാവിലെ തന്നെ മറ്റു പണിയൊന്നും ഇല്ലല്ലേ? അവക്കത് ആലോചിക്കാം, പരിഗണിക്കാം. അല്ല, ഞാൻ ഇന്നലെ അത് പരിഗണിച്ചാൽ കൊള്ളാം. അപ്പൊ ഇന്ന് നമുക്ക് ഞങ്ങൾ നേരത്തെ സൂചിപ്പിക്കുക, ഞങ്ങൾ ആദ്യം മഴയുടെ അവസ്ഥയും പ്രതികൂലമായ കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. ഇങ്ങനെ പതുക്കെ മോശമാകുന്ന രാഷ്ട്രീയ കാലാവസ്ഥ, ഇടത് പാളയത്തിൽ അത് കുറെ കൂടി കൂടി നിൽക്കുന്നുണ്ടോ, പെയ്ത് തീരാനുണ്ടോ എന്നതൊക്കെയായിരുന്നു രാവിലെ തന്നെ ചർച്ച ചെയ്തത്. ഇന്നത്തെ മന്ത്രിസഭായോഗം എത്ര കണ്ട് നിർണായകമാണ് സൈഫ്? അതിൽ ഈ CPIയുടെ PM ശ്രീയിലുള്ള എതിർപ്പ് അതവർ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയല്ലേ CPMന്റെ നീക്കം, നിലപാട്? എന്താണ് സംഭവിക്കാൻ സാധ്യത ഇന്നത്തെ യോഗത്തിൽ? വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് സൈഫുദ്ദീൻ ഇന്ന് നടക്കാൻ പോകുന്നത്. കാരണം CPI വിഷയത്തിലുള്ള എതിർപ്പ് ആദ്യമായിട്ടല്ല രേഖപ്പെടുത്തുന്നത്. അവരേതാണ്ടൊരു 2 മാസം മുമ്പ് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം പരിഗണനയിലേക്ക് വരുമ്പോൾ അത് അജണ്ടയായിട്ട് തന്നെ, ഔട്ട് ഓഫ് അജണ്ടയായിട്ടല്ല, അജണ്ടയായിട്ട് തന്നെ ഈ വിഷയം വരുമ്പോൾ മന്ത്രി P. പ്രസാദാണ് ഈ വിഷയത്തിലുള്ള എതിർപ്പ് ആദ്യം ഉന്നയിക്കുന്നത്. ആ എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് പാർട്ടിയുടെ എതിർപ്പാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ എതിർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഉന്നയിക്കുകയും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു എതിർപ്പ് CPIക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് മാറ്റിവെക്കാം, പിന്നീടിലേക്ക് പരിഗണിക്കാം എന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ വിഷയം മാറ്റിവെച്ചു. പിന്നീട് ഒരു മന്ത്രിസഭാ യോഗത്തിലേക്ക് വരുന്ന സമയത്ത് മന്ത്രി K. രാജൻ അങ്ങനത്തുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നു. അതും പാർട്ടിയുടെ എതിർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഒപ്പിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ CPIയുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുന്നണി തലത്തിൽ നടന്നിട്ടില്ല, CPIയുമായി ഉഭയകക്ഷി ചർച്ച നടന്നിട്ടില്ല. അല്ലാതെ തന്നെ ഒപ്പിടാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിയല്ല തീരുമാനമെടുക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് തീരുമാനമെടുത്ത് അതിനകത്ത് ഒപ്പിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്തുള്ള അതൃപ്തി അത് CPI പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പരസ്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPIയുടെ യുവജന സംഘടന അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിദ്യാർത്ഥി സംഘടന അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ പാർട്ടിയുടെ എതിർപ്പ് അതേ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം മന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. അത് 4 മന്ത്രിമാര് പ്രകടിപ്പിക്കുമോ അതോ ഏതെങ്കിലും ഒരു മന്ത്രിയാണോ പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. പക്ഷേ സൈഫുദ്ദീൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ എതിർപ്പ് രേഖപ്പെടുത്തിയാലും ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള
തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. 1466 കോടി രൂപ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത് ഇല്ലാതാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുള്ളത്, അല്ലെങ്കിൽ CPM ഉള്ളത്. അങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും CPI പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇതൊരു സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും അതിന് വഴങ്ങിക്കൊടുക്കാൻ CPM തയ്യാറാകാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അതിനകത്തൊരു തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ അത് വഴങ്ങിക്കൊടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്, അതിനുശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമുണ്ട്, നാളെ കൗൺസിൽ യോഗമുണ്ട്. ഈ വിഷയങ്ങൾ എന്തായാലും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്നതിന് ശേഷം പാർട്ടി നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് കൂടി വരും. എതിർപ്പ് എങ്ങനെ രേഖപ്പെടുത്തണം എന്നുള്ളത് പാർട്ടി നേതൃയോഗങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. സൈഫുദ്ദീൻ, ജിൽസി. സൈഫ്, ഇന്നലെ പക്ഷേ MA ബേബി പാർട്ടി സെക്രട്ടറി അങ്ങനെ എന്ന് വെച്ചാൽ വളരെ കൂളായിട്ട് പാർട്ടിക്കും സർക്കാരിനും ഇതിന് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അതിലൊക്കെ യുക്തമായ നടപടി മന്ത്രിസഭാ യോഗത്തിൽ സ്വീകരിക്കും എന്ന നിലപാട് ഇന്നലെ പാർട്ടി സെക്രട്ടറി എടുത്തിരുന്നു. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ തുറന്ന് PM ശ്രീയെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പാർട്ടി സെക്രട്ടറി അത് സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ പാർട്ടിക്കും വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണോ നമ്മൾ MA ബേബിയുടെ വാക്കുകളിൽ കണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇതിൽ പൂർണ്ണമായ ഒരു ടേക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്കും സംസ്ഥാനത്തെ പാർട്ടിക്കും പാർട്ടി നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്ന് വെച്ചാൽ അത് പൂർണ്ണമായി PM ശ്രീയുമായി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. അതെ, ഈ MA ബേബിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ MA ബേബി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അത് അദ്ദേഹം PB അംഗമായിരുന്ന സമയത്ത് പോലും അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടുണ്ട്. കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യമായ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാകാറില്ല. അത് കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർ പറയട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ആ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതിന്. ഇതിനകത്ത് സൈഫു സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് പൂർണ്ണമായ ടേക്ക് ആർക്കാണ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്. അവരെ കൺവിൻസ് ചെയ്യുക, CPIയെ കൺവിൻസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി മുഖ്യമന്ത്രിക്കുണ്ട്. അതെങ്ങനെയാണ് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒരു ചർച്ചയും നടത്താതെ ഇതിനകത്ത് ഒപ്പിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുമ്പോൾ അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യും എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ എതിർപ്പ് അവരെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? അത് കടുത്ത പ്രതിഷേധത്തിലൂടെ രേഖപ്പെടുത്തുമോ അതോ പറഞ്ഞ് അവസാനിപ്പിക്കുമോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് തോന്നുന്നു. സൈഫ് സൈഫ് സൈലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.